ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തെക്കുറിച്ചും അതിൽ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പിടിവാശിയാണ് യുദ്ധം വഷളാക്കുന്നതെന്ന് ട്രംപ് വീണ്ടും ആരോപിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. സെലൻസ്കിയുടെ കൈവിട്ട പരസ്യ പരാമർശങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. റഷ്യയുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ സൈനിക സഹായം നഷ്ടപ്പെടുത്തുന്നത് യുക്രൈൻ താങ്ങാനാവില്ലെന്ന് സെലൻസ്കിയുടെ ഉപദേഷ്ടാവ് മിഖായേൽ പൊഡോലിയാക് അടുത്തിടെ പറഞ്ഞിരുന്നു. ജോ ബൈഡൻ ഭരണകൂടത്തിന് കീഴിൽ യുക്രൈന്റെ ഏറ്റവും വലിയ ആയുധദാതാവായിരുന്നു അമേരിക്ക. എന്നാൽ ബൈഡന്റെ അവസാന സഹായ പാക്കേജ് വേനൽക്കാലത്തിന്റെ മധ്യത്തോടെ അവസാനിക്കാനിരിക്കുകയാണ്. ട്രംപ് പുതിയ സൈനിക സഹായം അംഗീകരിച്ചിട്ടുമില്ല. മാത്രമല്ല, മുൻപ് സഹായവുമായി എത്തിയ പല രാജ്യങ്ങളും ഇനി സഹായം നൽകാനാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയുടെ പിന്തുണയില്ലായ്മ റഷ്യയ്ക്ക് ഗുണം ചെയ്യുമെന്ന് സെലൻസ്കി ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ റഷ്യയ്ക്കെതിരെ യുക്രൈൻ നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ റഷ്യൻ പ്രതിരോധസേന ഈ ആക്രമണങ്ങളെല്ലാം തരിപ്പണമാക്കി. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ ചാനലിലൂടെ സെലൻസ്കിയെ വിമർശിച്ചു. സെലൻസ്കിയുടെ സംസാര രീതി അയാളുടെ രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്യുന്നില്ല. സെലൻസ്കിയുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അത് നിർത്തുന്നതാണ് നല്ലത്, ട്രംപ് പറഞ്ഞു. താൻ അധികാരത്തിൽ ഇരുന്നെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്നും ട്രംപ് ആവർത്തിച്ചു. റഷ്യയ്ക്കുമേൽ കൂടുതൽ സമ്മർദ്ദവും ഉപരോധങ്ങളും വേണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ മെയ് 20 മുതൽ 23 വരെ നൂറുകണക്കിന് ഡ്രോണുകൾ യുക്രൈൻ വിക്ഷേപിച്ചതായി റഷ്യ ആരോപിച്ചു. കൂടാതെ കുർസ്കിന് മുകളിലൂടെ രാത്രി പറക്കുന്നതിനിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഹെലികോപ്റ്ററിനെ യുക്രൈൻ ഡ്രോൺ ലക്ഷ്യം വെച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇത് പുടിനെതിരായ കൊലപാതക ശ്രമമാണെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പുടിന്റെ കുർസ്ക് മേഖല സന്ദർശനത്തിന് ഇടെയാണ് ആക്രമണ നീക്കം ഉണ്ടായതെന്നും എന്നാൽ പുടിൻ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ വിമാനപാതയിൽ എത്തുന്നതിനു മുൻപ് തന്നെ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഡ്രോൺ തടഞ്ഞു നിർത്തി നശിപ്പിച്ചതായും റഷ്യൻ വ്യോമപ്രതിരോധ കമാൻഡർ യൂറി ഡാഷ്കിൻ പറഞ്ഞു. ഇതിനു മറുപടിയായി ഒരു ഡ്രോൺ മിസൈൽ നിർമ്മാണ പ്ലാന്റിലും ഒരു റഡാർ നിരീക്ഷണ കേന്ദ്രത്തിലും യുഎസ് നിർമ്മിത പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനത്തിലും റഷ്യൻ സൈന്യം വലിയ ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ ആക്രമണം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചതില്ലെന്ന് റഷ്യ ആവർത്തിച്ചു പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച മാത്രം റഷ്യൻ പ്രദേശത്തിനു മുകളിലൂടെ 764 ഡ്രോണുകളാണ് യുക്രൈൻ വിക്ഷേപിച്ചത്. എന്നാൽ ഇവയെല്ലാം റഷ്യ തകർത്തു. നേരിട്ടുള്ള റഷ്യ യുക്രൈൻ ചർച്ചകളെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള നീക്കമാണ് യുക്രൈനിയൻ ആക്രമണങ്ങളെന്നും അവയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിജ്ഞയെടുത്തു. താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അധികാരം ഏൽക്കുന്നതിനു മുൻപ് തന്നെ 24 മണിക്കൂറിനുള്ളിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണകാലത്തെ ഈ അവകാശവാദം ഇതുവരെ നടപ്പിലാക്കാൻ ട്രംപിന് കഴിഞ്ഞിട്ടില്ല. ട്രംപിന്റെ ഈ വെളിപ്പെടുത്തലുകൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സെലൻസ്കിയുടെ പിടിവാശി യുദ്ധം കൂടുതൽ വഷളാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.